പ്രൊക്രാസ്റ്റിനേഷൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്ന് പ്രധാനമായും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. പിന്നത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കുക, നാളെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് ചിന്തിക്കുക. ഇത്തരക്കാരാണോ നിങ്ങൾ? എന്നാൽ നമ്മുടെ ഈ മടി മാറ്റിയെടുക്കാനുള്ള കുറച്ച് വഴികളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, 2 minutes റൂൾ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡെയിലി 2 മിനിറ്റ് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെ നമ്മുടെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഹാബിറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഡെയിലി 2 മിനിറ്റ് നിങ്ങൾ വർക്കൗട്ടിനായിട്ട് മാറ്റിവെക്കുക. ഇനി നിങ്ങൾക്കൊരു ബുക്ക് വായിക്കണം അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം എന്നാണ് ആഗ്രഹമെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ 2 മിനിറ്റ് അത് ചെയ്തു എന്ന്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ്, ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോളർ സ്റ്റെപ്സ്. നമുക്ക് നേടിയെടുക്കാനുള്ളത് ഒരു വലിയ ഗോൾ ആവുമ്പോഴാണ് മിക്കവാറും ആളുകൾ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത്. എന്നാൽ നമ്മൾ ഈ വലിയ ഗോളിനെ ചെറിയ മാനേജബിൾ ടാസ്കുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഓരോ ചെറിയ ഗോൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന ഹാപ്പിനെസ് നമ്മളെ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് വരെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, നമുക്ക് നേടിയെടുക്കാനുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് മിക്കവാറും ആളുകൾ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതും നമുക്കത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സെൽഫ് ഡൗട്ടുകൾ തോന്നുന്നതും. എന്നാൽ ആ വലിയ ഗോൾസ് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ വലിയ ഗോൾസ് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുന്നതായിരിക്കും. തേർഡ് വൺ, പോമഡോറോ ടെക്നിക്. ഈ ടെക്നിക്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യം 25 മിനിറ്റ് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യം 25 മിനിറ്റ് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുക. ഈ 25 മിനിറ്റ് കംപ്ലീറ്റ് ആയാൽ കൃത്യം 5 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 4 പോമോഡോറോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇതേ രീതിയിൽ 100 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 30 മിനിറ്റ് ലോങ് ബ്രേക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ 30 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫോർത്ത് വൺ, 5 second റൂൾ. 5 second റൂൾ പ്രകാരം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യം 5 സെക്കൻഡിനുള്ളിൽ നമ്മളത് ചെയ്തിരിക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ബ്രെയിൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ 100 എക്സ്ക്യൂസുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അതുമൂലം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. പക്ഷേ ബ്രെയിനിന് ഈ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ കൃത്യം 5 സെക്കൻഡ് എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യം 5 സെക്കൻഡിനുള്ളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിരിക്കണം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നിക്സും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ.